നാട്ടുവർത്തമാനത്തിലേക്ക് വിശദമായി. തദ്ദേശ സ്ഥാപനങ്ങളിൽ പുതിയ ഭരണസമിതി നിലവിൽ വന്നു. കർശന കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചായിരുന്നു സത്യപ്രതിജ്ഞാ ചടങ്ങ്. PPE കിറ്റ് ധരിച്ചാണ് കോവിഡ് പോസിറ്റീവായ അംഗങ്ങൾ ചുമതലയേൽക്കാൻ എത്തിയത്. സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ പുതിയ ഭരണസമിതികളുടെ ആദ്യ യോഗവും ചേർന്നു. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിലെ മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ട അഡ്വക്കേറ്റ് D. സുരേഷ് കുമാർ എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോടും യഥാർത്ഥമായ വിശ്വസ്തയും കൂറും പുലർത്തുമെന്നും യഥാവിധിയായും വിശ്വസ്തയോടെയും എന്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളുമാണ് ആദ്യം സത്യപ്രതിജ്ഞ നടന്നത്. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചായിരുന്നു ചടങ്ങുകൾ. PPE കിറ്റ് ധരിച്ചാണ് കോവിഡ് പോസിറ്റീവായവർ സത്യവാചകം ചൊല്ലിയത്. തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷന്റെ കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ട എന്ന ഞാൻ ഇന്ത്യൻ ഭരണഘടനയോട് ആത്മാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്ന്. കോവിഡ് ഇല്ലെങ്കിലും മുൻകരുതൽ എന്ന നിലയിൽ PPE കിറ്റ് ധരിച്ചാണ് വയനാട് കലക്ടർ അഥീന അബ്ദുള്ള സത്യവാചകം ചൊല്ലിക്കൊടുക്കാനെത്തിയത്. എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. 100 അംഗങ്ങളുള്ള തിരുവനന്തപുരം കോർപ്പറേഷനിൽ സത്യപ്രതിജ്ഞ 2 മണിക്കൂറിലധികം നീണ്ടു. കോവിഡ് മാനദണ്ഡം പാലിക്കാനായി കൊച്ചി കോർപ്പറേഷനിൽ അംഗങ്ങൾ ഒന്നിച്ച് സത്യപ്രതിജ്ഞ ചെയ്തു. 2 കൗൺസിലർമാർ ഒരേ പ്രായമുള്ളതിനാൽ ആദ്യ സത്യപ്രതിജ്ഞ ചെയ്യേണ്ടയാളെ നറുക്കെടുപ്പിലൂടെയാണ് തീരുമാനിച്ചത്. സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ കോൺഗ്രസ് വിമതൻ ഇടതുമുന്നണിക്ക് പിന്തുണ പ്രഖ്യാപിച്ചതോടെ പത്തനംതിട്ട നഗരസഭയും ഇടതുമുന്നണി ഭരിക്കുമെന്നുറപ്പായി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. പാലക്കാട് നഗരസഭയിൽ സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ നാടകീയ രംഗങ്ങൾ. ജയ് ശ്രീറാം ബാനർ ഉയർത്തിയ BJP നടപടിക്കെതിരെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് ശേഷം ദേശീയ പതാക കൈകളിലേന്തി CPM അംഗങ്ങൾ പ്രതിഷേധിച്ചു. ഇതോടെ നഗരസഭാ ഗേറ്റിന് മുൻപിൽ ജയ് ശ്രീറാം വിളികളുമായി BJP പ്രവർത്തകരും തടിച്ചുകൂടി. സത്യപ്രതിജ്ഞയും ആദ്യ കൗൺസിൽ യോഗവും കഴിഞ്ഞാണ് CPM അംഗങ്ങൾ പ്രതിഷേധിച്ചത്. കൗൺസിൽ ഹാളിൽ നിന്നും ഇറങ്ങിയ അംഗങ്ങൾ ദേശീയ പതാക കയ്യിലേന്തി മുദ്രാവാക്യം വിളിച്ചു. ഇവരെ പിന്നീട് പോലീസ് പിടിച്ചുമാറ്റി. വോട്ടെണ്ണൽ ദിവസം BJP പ്രവർത്തകർ നഗരസഭാ ഓഫീസിന് മുകളിൽ ജയ് ശ്രീറാം ബാനർ കെട്ടിയതിനെതിരെയാണ് പ്രതിഷേധമെന്ന് CPM വ്യക്തമാക്കി. ഇവിടെ ഭൂരിപക്ഷം നേടിയപ്പോൾ ജയ് ശ്രീറാം എന്ന ബാനർ മുഴക്കിക്കൊണ്ട് ഒരു വർഗീയത പുലർത്തിയതിൻ്റെ ഭാഗമായിട്ട് അതിനെതിരായിട്ട് ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ദേശീയ പതാക ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ദേശീയബോധം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് നമ്മുടെ കൗൺസിലർമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യാൻ വേണ്ടി തയ്യാറായി വന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രതിഷേധം. ഇതിന് പിന്നാലെ BJP കൗൺസിലർ N. ശിവരാജന്റെ നേതൃത്വത്തിൽ പാർട്ടി പ്രവർത്തകർ ജയ് ശ്രീറാം വിളിയുമായി നഗരസഭാ ഗേറ്റിന് മുന്നിൽ തടിച്ചുകൂടി. ഇതോടെ സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങി. പോലീസ് ഇടപെട്ടതോടെ BJP പ്രവർത്തകർ പ്രകടനം നടത്തി പിരിഞ്ഞു. ഞങ്ങൾ ഒരിക്കലും ജയ് ശ്രീറാം വിളി ഒഴിവാക്കില്ല. ഞങ്ങൾക്ക് കൗൺസിൽ യോഗത്തിൽ വിളിക്കാൻ പാടില്ല. പുറത്ത് ജയ് ശ്രീറാമിനെതിരെ, നരേന്ദ്രമോദിക്കെതിരെ മുദ്രാവാക്യം വിളിക്കുമ്പോൾ ഞങ്ങൾ കണ്ണും കെട്ടിയിരിക്കില്ല. ഏത് പ്രതിസന്ധി നേരിടാൻ തയ്യാറാ. ഞങ്ങൾ ജയ് ശ്രീറാം പറഞ്ഞിട്ട് വോട്ട് വാങ്ങി ജയിച്ചത്. അത് പറയാത്തവർക്ക് ആർക്കെങ്കിലും വിഷമമുണ്ടെങ്കിൽ അത് പാകിസ്ഥാനിലേക്കോ ബംഗ്ലാദേശിലേക്കോ ജപ്പാനിലേക്കോ ചൈനയ്ക്കോ പോയിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. ഞങ്ങൾ ഇനിയും വിളിക്കും. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വിവാദമുണ്ടാക്കരുതെന്ന് അംഗങ്ങൾക്ക് BJP നേതൃത്വം നിർദ്ദേശം നൽകിയിരുന്നു. ന്യൂസ് 18 പാലക്കാട്. കാസർഗോഡ് വോട്ട് ചെയ്യാത്തതിന്റെ പേരിൽ മുസ്ലിം ലീഗുകാർ സ്ത്രീകളെ ഉൾപ്പെടെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. കല്ലുരാവിലെ നിസാറിന്റെ വീടാണ് ആക്രമിക്കപ്പെട്ടത്. കാഞ്ഞങ്ങാട് കല്ലുരാവിൽ 36-ാം വാർഡിൽ ലീഗിന് ഭൂരിപക്ഷം കുറഞ്ഞെന്നാരോപിച്ചായിരുന്നു ആക്രമണം. സംഭവത്തിൽ കുടുംബം ഹോസ്ദുർഗ് പോലീസിൽ പരാതി നൽകി. ദൃശ്യങ്ങൾ മുസ്ലിം ലീഗ് പ്രവർത്തകർ തന്നെയാണ് വ്യാപകമായി പ്രചരിപ്പിച്ചത്. ഇതിനിടെ LDF പ്രവർത്തകർ ലീഗ് പ്രവർത്തകരെ ആക്രമിക്കുന്നതെന്ന് കരുതപ്പെടുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു. വാൾ ഉൾപ്പെടെയുള്ള മാരകായുധങ്ങൾ കയ്യിൽ കരുതിയായിരുന്നു ആക്രമണം. ഇത് ലീഗിലെ തന്നെ വിമതരാണെന്ന് CPM ആരോപിച്ചു.
കൊട്ടാരക്കര വെട്ടിക്കവലയിൽ പ്രാദേശിക മാധ്യമ പ്രവർത്തകന് നേരെ ആക്രമണം. സത്യപ്രതിജ്ഞ റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകനായ കുഞ്ഞുമൻ കോട്ടവട്ടത്തിനാണ് മർദ്ദനമേറ്റത്. ആക്രമണത്തിന് പിന്നിൽ UDF പ്രവർത്തകരാണെന്നാണ് ആരോപണം. പോലീസുമായി UDF പ്രവർത്തകർ വാക്കേറ്റം നടത്തുന്നത് ക്യാമറയിൽ പകർത്താൻ ശ്രമിക്കുമ്പോഴായിരുന്നു ആക്രമണം. തൃശൂർ കടപ്പുറം പഞ്ചായത്ത് സെക്രട്ടറിക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ജനപ്രതിനിധികളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് നേതൃത്വം നൽകിയ ശേഷമാണ് ഇദ്ദേഹം കടപ്പുറം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ആന്റിജൻ പരിശോധനയ്ക്ക് വിധേയനായത്. സെക്രട്ടറിയുമായി സമ്പർക്കത്തിലായവർ നിരീക്ഷണത്തിൽ കഴിയേണ്ടി വരുമെന്ന് ആരോഗ്യ വിഭാഗം അധികൃതർ അറിയിച്ചു. വിവാഹ ദിവസം സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റ കൊല്ലം തൃക്കോവിൽവട്ടം പഞ്ചായത്ത് അംഗം സജാദ്. സത്യപ്രതിജ്ഞാ ചടങ്ങിന് പിന്നാലെയായിരുന്നു സജാദിന്റെ വിവാഹം. നേരത്തെ തീരുമാനിച്ചിരുന്നതാണ് സജാദിന്റെ വിവാഹം. അതിനിടയിലാണ് തെരഞ്ഞെടുപ്പ് വന്നതും സ്ഥാനാർത്ഥിയായതും ജയിച്ചതും. പക്ഷേ സത്യപ്രതിജ്ഞാ തീയതി വിവാഹ ദിനത്തിൽ തന്നെയായത് യാദൃശ്ചികമായിരുന്നു. ഒടുവിൽ സത്യപ്രതിജ്ഞ കഴിഞ്ഞ് വിവാഹമെന്ന് തീരുമാനിച്ചു. സത്യപ്രതിജ്ഞാക്രമം നേരത്തെയാക്കി വരണാധികാരിയും സൗകര്യമൊരുക്കി. നിയമനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയുടെ യഥാർത്ഥമായ വിശ്വാസവും പൂർവ്വം പുലർത്തണമെന്ന് ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും പിന്നെയൊരു ഓട്ടമായിരുന്നു വിവാഹവേദിയിലേക്ക്. കണ്ണനല്ലൂർ സ്വദേശി ആൻസിയാണ് സജാദ് മെമ്പറുടെ ജീവിത പങ്കാളി. CPM നേതാവായ സജാദ് 8ാം വാർഡിൽ നിന്നാണ് ജനപ്രതിനിധിയായത്. ന്യൂസ് 18 കൊല്ലം. കൊച്ചി മെട്രോ നാളെ മുതൽ പഴയ സമയക്രമത്തിൽ സർവീസ് നടത്തും. രാവിലെ 6 മുതൽ രാത്രി 10 മണി വരെയാണ് മെട്രോ സർവീസ് നടത്തുക. കോവിഡ് പശ്ചാത്തലത്തിൽ നേരത്തെ രാവിലെ 7 മുതൽ രാത്രി 9 വരെയാക്കി സർവീസ് ചുരുക്കിയിരുന്നു. ഇലക്ട്രിക് ഓട്ടോറിക്ഷകൾ സ്റ്റാൻഡിൽ പാർക്ക് ചെയ്യുന്നതിനെതിരെ കോഴിക്കോട് ഓട്ടോ തൊഴിലാളികളുടെ മിന്നൽ പണിമുടക്ക്. സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് സർവീസ് നടത്താൻ ഈ ഓട്ടോകൾ എത്തിയപ്പോഴായിരുന്നു മറ്റ് ഓട്ടോ ഡ്രൈവർമാരുടെ മിന്നൽ പ്രതിഷേധം. ഈ ഓട്ടോകൾ തടഞ്ഞ യാത്രക്കാരെ ഇറക്കിവിട്ടെന്നും പരാതിയുണ്ട്. പരമ്പരാഗത ഓട്ടോ തൊഴിലാളികളുടെ വിലക്ക് ലംഘിച്ച് സർവീസ് നടത്താൻ എത്തിയതായിരുന്നു ഈ ഓട്ടോകൾ. എന്നാൽ KSRTC ബസ് സ്റ്റാൻഡിന് മുന്നിൽ ഈ ഓട്ടോകളെ തടഞ്ഞു. പിന്നെ മറ്റു തൊഴിലാളികളുടെ സംയുക്ത പ്രകടനം. കഴിഞ്ഞ 2 തവണ ഈ ഓട്ടോ തൊഴിലാളികൾ എത്തിയപ്പോൾ തടഞ്ഞിരുന്നു. തെരഞ്ഞെടുപ്പിന് ശേഷം പ്രശ്നം പരിഹരിക്കാമെന്നായിരുന്നു അന്നത്തെ ഉറപ്പ്. മറ്റ് ജില്ലകളിൽ ഒരു പ്രശ്നമില്ല, കോഴിക്കോട് ജില്ലയിൽ മാത്രമേ ഈ പ്രശ്നങ്ങളുള്ളൂ. എന്നിട്ട് ഇന്ന് ലാസ്റ്റ് ഞങ്ങൾക്കൊരു തീരുമാനമാക്കാമെന്ന് പറഞ്ഞതാണ്. ഞങ്ങൾ അതിനു വേണ്ടിയിട്ട് ഇന്ന് ഓടാൻ വന്നതാണ്. പക്ഷേ ഇവിടെ ഇന്നും ഞങ്ങളെ ഓടിക്കാൻ സമ്മതിക്കില്ല എന്ന് തീർത്ത് വണ്ടി അടിച്ചു പൊളിക്കും എന്ന് തന്നെയുള്ള നിലപാടിലാണ് അവർ. ഞങ്ങൾ ഇനിയിപ്പം മരിക്കാനും തയ്യാറാണ്. കാരണം ഞങ്ങൾക്ക് ലോൺ ഉണ്ട്, വണ്ടിക്ക് 10,000 രൂപ ലോൺ ഉണ്ട്. വീട്ടിലെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലായതിൻ്റെ പേരിൽ കോഴിക്കോട് ജില്ലയിൽ 167 ഇലക്ട്രിക് ഓട്ടോറിക്ഷകളാണുള്ളത്. ഇവയിൽ 63 കോർപ്പറേഷൻ പരിധിയിലാണ്. ഇവയ്ക്കൊന്നും പാർക്കിംഗ് സൗകര്യം അനുവദിക്കുന്നില്ലെന്നും മറ്റ് ഓട്ടോറിക്ഷക്കാർ ഓടാൻ സമ്മതിക്കുന്നില്ലെന്നുമാണ് പരാതി. നഗരപരിധിയിൽ സർവീസ് നടത്താൻ വേണ്ട CC പെർമിറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ഈ ഓട്ടോകളെ തടയുന്നതെന്നാണ് മറ്റു തൊഴിലാളികളുടെ വാദം. ഓട്ടോ സ്റ്റാൻഡ് സ്ഥലമില്ല. അത് നിങ്ങൾ തന്നെ റൗണ്ട് അടിച്ച് മനസ്സിലാവും. എല്ലാവരും പുറത്താണ്. സ്റ്റാൻഡിലൊന്നുമില്ല. പെർമിറ്റ് അടിസ്ഥാനത്തിൽ വണ്ടി പോയിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. അവിടെ നിലവിൽ സംവിധാനം ഉള്ളതാണ്. ആ സംവിധാനം തകർത്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. ഒടുവിൽ അടുത്ത മാസം 10-നകം പ്രശ്നം പരിഹരിക്കാമെന്ന ഉറപ്പിലാണ് പ്രതിഷേധം അവസാനിച്ചത്. ന്യൂസ് 18 കോഴിക്കോട്. പാലക്കാട് നെല്ലിയാമ്പതിയിൽ കൊക്കയിലേക്ക് വീണ 2 വിനോദസഞ്ചാരികളിൽ ഒരാൾ മരിച്ചു. ഒറ്റപ്പാലം സ്വദേശി സന്ദീപിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അപകടത്തിൽപ്പെട്ട കോട്ടായി സ്വദേശി രഘുനന്ദനെ ഗുരുതര പരിക്കുകളോടെ രക്ഷപ്പെടുത്തി. സുഹൃത്തുക്കൾക്കൊപ്പം എത്തിയ ഇരുവരും സീതാർകുണ്ട വ്യൂ പോയിന്റിൽ കാൽ വഴുതി കൊക്കയിലേക്ക് വീഴുകയായിരുന്നു. കൊല്ലങ്കോട് വനമേഖലയിൽ നിന്നാണ് ഇരുവരെയും കണ്ടെത്തിയത്. പരിക്കേറ്റ രഘുനന്ദൻ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. കൈനാട്ടിയിൽ ബൈക്കും ഗുഡ്സ് ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു. കൈനാട്ടിയിലെ കോൺഗ്രസ് പ്രവർത്തകനായ നജീബാണ് മരിച്ചത്. വടകര നിന്നും തലശ്ശേരി ഭാഗത്തേക്ക് പോകുമ്പോഴായിരുന്നു അപകടം. അപകടത്തിൽ ഇരുചക്രവാഹനം പൂർണ്ണമായും തകർന്നു. നജീബിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല.
കോഴിക്കോട് പന്തീരാങ്കാവിലെ ജ്വല്ലറിയിൽ നിന്ന് യുവാക്കൾ സ്വർണ്ണമാലകളുമായി കടന്നുകളഞ്ഞു. 2 പവനും 1.5 പവനും വരുന്ന 2 മാലകളാണ് കവർന്നത്. മാല വാങ്ങാനെന്ന വ്യാജേനയാണ് ഒരു യുവാവ് കടയിലെത്തിയത്. ഇതേസമയം ഉടമ മാത്രമാണ് സ്ഥാപനത്തിൽ ഉണ്ടായിരുന്നത്. ഒപ്പമുണ്ടായിരുന്ന മറ്റൊരു യുവാവ് ബൈക്കുമായി പുറത്ത് കാത്തുനിന്നു. കട ഉടമ മാല കൈമാറിയ ഉടനെ അതുമായി പുറത്തേക്ക് ഓടി ബൈക്കിൽ കയറുകയായിരുന്നു യുവാവ്. കടയുടമ പുറകെ ഓടി പിടികൂടാൻ ശ്രമിച്ചെങ്കിലും പ്രതികൾ കടന്നുകളഞ്ഞു. തൊപ്പി ധരിച്ചും മുഖം മറച്ചുമാണ് ഇവർ എത്തിയത്. പ്രതികൾക്കായി പന്തീരങ്കാവ് പോലീസ് അന്വേഷണം ഊർജിതമാക്കി. നെടുങ്കണ്ടം ഹരിത ഫിനാൻസ് തട്ടിപ്പ് കേസിലെ പ്രതി രാജ്കുമാറിന്റെ മരണം കസ്റ്റഡി മർദ്ദനത്തെ തുടർന്നെന്ന് ജസ്റ്റിസ് നാരായണക്കുറുപ്പ്. കമ്മീഷൻ ജനുവരി ആദ്യവാരം സർക്കാരിന് കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കും. നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷൻ, നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രി തുടങ്ങിയ ഇടങ്ങളിൽ കമ്മീഷൻ തെളിവെടുപ്പ് നടത്തി. 2019 ജൂലൈ 21 പീരുമേട് സബ് ജയിലിൽ റിമാൻഡിൽ കഴിഞ്ഞിരുന്ന രാജ്കുമാർ മരിച്ചത്. 5-ാം തീയതി ഞങ്ങളുടെ ഈ കമ്മീഷന്റെ കാലാവധി കഴിയുക. പക്ഷെ അതിനു മുമ്പ് ഫസ്റ്റ് വീക്കിൽ തന്നെ 1-ാം തീയതി 2-ാം തീയതി ഗവൺമെന്റിന്റെ സൗകര്യം അനുസരിച്ച് റിപ്പോർട്ട് അവിടെ സമർപ്പിക്കും. രാജകുമാറിനെ മുകളിലത്തെ റെസ്റ്റ് റൂമിൽ കൊണ്ട് മർദ്ദിച്ചു. ആ മർദ്ദനത്തിന്റെ കരച്ചിലും മറ്റും അലർച്ചയും മറ്റും താഴെ ഇരുന്നുകൊണ്ട് കേൾക്കാമായിരുന്നു എന്ന് പറഞ്ഞു. അതും ഞങ്ങൾ വെരിഫൈ ചെയ്തു. അതുപോലെ തന്നെ ഈ ഒരു ലേഡിയുടെ അവരെ കൊണ്ട് പീഡിപ്പിച്ചെന്ന് പറയുന്നു. അവരെ പീഡിപ്പിച്ചുകൊണ്ടുണ്ടായിട്ടുള്ള ശബ്ദങ്ങളും മറ്റും കേൾക്കാം. അത് ഞങ്ങൾ വെരിഫൈ ചെയ്തു. അപ്പോൾ ഈ സുപ്രധാനമായിട്ടുള്ള ഈ കാര്യങ്ങളൊന്നും നേരിട്ട് കണ്ടറിയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. താമരശ്ശേരി വെണ്ടേക്കുംചാലിൽ റജി കുത്തേറ്റ് മരിച്ച സംഭവത്തിൽ പ്രതി പോലീസിന്റെ പിടിയിലായി. സുഹൃത്ത് സബിൻ എന്ന കുട്ടനെയാണ് താമരശ്ശേരി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം കസ്റ്റഡിയിലെടുത്തത്. ഞായറാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. കരച്ചിൽ കേട്ട് ഓടിയെത്തിയ റജിയുടെ ബന്ധു ജനീഷിനും കുത്തേറ്റു. ഇയാൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. പ്രതിയെ ചൊവ്വാഴ്ച താമരശ്ശേരി കോടതിയിൽ ഹാജരാക്കും. നട്ടുവർത്തമാനത്തിൽ ഇനിയൊരു ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും സന്ദർശിക്കുക malayalam.news18.com. ചാലിയാർ പഞ്ചായത്തിലെ വിവിധ കൃഷിയിടങ്ങളിൽ വൻ നാശമാണ് കാട്ടാനകൾ വരുത്തിയത്. കാട്ടാനയ്ക്ക് മുന്നിൽ നിന്നും തലനാരിഴയ്ക്കാണ് ഒരു വ്യാപാരി കഴിഞ്ഞ ദിവസം രക്ഷപ്പെട്ടത്. നിലമ്പൂർ മലയോര മേഖലയിലെ ജനവാസ കേന്ദ്രങ്ങളിൽ കാട്ടാന ഇറങ്ങുന്നത് പതിവായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കാട്ടാനക്കൂട്ടം ചാലിയാർ പഞ്ചായത്തിൽ വരുത്തിയത് വലിയ നാശനഷ്ടങ്ങളാണ്. വൈദ്യുതി വേലികളും റബ്ബർ റോളറും റാട്ടപ്പുരയും നശിപ്പിച്ചു. നിലമ്പൂർ നായാടംപൊയിലിൽ മലയോര പാതയിൽ തേക്കിൻ മരങ്ങൾ വൈദ്യുത തൂണുകളിലേക്ക് മറിച്ചിട്ടതിനെ തുടർന്ന് 6-ാം ബ്ലോക്ക് മുതൽ മണിക്കൂറുകളോളം വൈദ്യുതിയും നിലച്ചു. ചാലിയാർ പഞ്ചായത്തിലെ അകമ്പാടം സ്വദേശി പുത്തൻപുരയ്ക്കൽ ടോം ജോസഫിന്റെ 6-ാം ബ്ലോക്കിലെ കൃഷിയിടത്തിലാണ് ഏറ്റവും നാശമുണ്ടായത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി കാട്ടാനകൾ തന്റെ കൃഷിയിടത്തിൽ ഏകദേശം 2 ലക്ഷം രൂപയുടെ നഷ്ടം വരുത്തിയതായി ടോം ജോസ് പറഞ്ഞു. മരം നമുക്കൊരു 20 വർഷം ടാപ്പ് ചെയ്യാം. 20 വർഷം ടാപ്പ് ചെയ്യാവുന്ന ഒരു മരം നശിപ്പിച്ചിട്ട് ഡിപ്പാർട്ട്മെന്റ് കൊടുക്കുന്ന വെറും 700 രൂപ. ഒരു വർഷം നമുക്ക് ടാപ്പ് ചെയ്താൽ കിട്ടുന്ന പൈസയാണ് 700 രൂപ. ആ ഒരു തുച്ഛമായ നഷ്ടപരിഹാരം കിട്ടുന്നുള്ളൂ. ശരിക്കും കർഷകന് ഇവിടെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. പാലക്കയത്തെ കടയിൽ നിന്നും മൂലേപ്പാടത്തെ വീട്ടിലേക്ക് വരികയായിരുന്ന മാമ്പായിൽ നാസറാണ് ഒറ്റയാന്റെ മുന്നിൽപ്പെട്ടത്. ജീവൻ തിരിച്ചു കിട്ടിയത് മഹാഭാഗ്യം കൊണ്ടാണെന്ന് നാസർ. വണ്ടി അവിടെ ഇട്ട് ഓടാനുള്ള പരിപാടിയായിരുന്നു. അതിൽ വീണ് ആന പെട്ടെന്ന് വന്ന് ഞാൻ ചവിട്ടിന്ന് വിചാരിച്ചു. അത്ര അടുത്ത് കാല് കൈ മരത്തിയാണ് പോയി ആന. പരിക്ക് കൈ റോട്ടിൽ കുത്തി കല്ലിന്, പിന്നെ കുറച്ച് ജോലിയൊക്കെ പോയി. സ്ഥലം സന്ദർശിച്ച എടക്കോട് വനം സ്റ്റേഷൻ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ PV ഗോപാലകൃഷ്ണൻ കാട്ടാന നശിപ്പിച്ച കാർഷിക വിളകൾക്കും റബ്ബർ റോളറിനും അടിയന്തരമായി നഷ്ടപരിഹാരം ലഭ്യമാക്കാൻ വനം വകുപ്പ് നടപടി സ്വീകരിക്കുമെന്ന് അറിയിച്ചു. അർഹമായിട്ടുള്ള നഷ്ടപരിഹാരം പെട്ടെന്ന് ശുപാർശ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. അതിനുള്ള നിർദ്ദേശങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പെട്ടെന്നുണ്ടാവും അല്ലേ? അത് അവർ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം തന്നെ എനിക്കതിൻ്റെ മെസ്സേജായിട്ട് വരും. അപ്പോൾ തന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ തുടർ നടപടികൾ സ്വീകരിക്കാൻ പറ്റും. അങ്ങനെ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. മറ്റു കാര്യങ്ങൾ എവിടെയൊക്കെയാണോ അതിന് ഫെൻസിങ് ഡാമേജ് ആയിട്ടുള്ളത് അത് പരിശോധിച്ചിട്ട് ആ ഫെൻസിങ് ഒന്നുകൂടി ശക്തമാക്കാനുള്ള ശ്രമം നമുക്ക് ചെയ്യും. 12000 വനമേഖലയിൽ നിന്നും 3000 വനമേഖലയിലേക്ക് കയറിയ 7 കാട്ടാനകൾ ആ ഭാഗങ്ങളിൽ തമ്പടിച്ചിരിക്കുകയാണ്. ഈ ആനകളാണ് മാസങ്ങളായി മേഖലയെ വിറപ്പിക്കുന്നതും ഭീതിയുടെ മുൾമുനയിൽ നിർത്തുന്നതും. ന്യൂസ് 18 മലപ്പുറം. വിനോദയാത്രക്കിടെ മലയാളികളായ അച്ഛനും മകളും ഉത്തർപ്രദേശിൽ കനാലിൽ വീണ് മരിച്ചു. ഉത്തർപ്രദേശ് ദളിത്പൂരിലെ ഡാമിന്റെ കനാലിൽ വീണാണ് കിളിമാനൂർ സ്വദേശികളായ അച്ഛനും മകളും മരിച്ചത്. പുളിമാത്ത നാസിയ കോട്ടേജിൽ TP ഹസൈനാരും
മകളും അധ്യാപികയുമായ നസിയ ആർ ഹസൈനാരുമാണ് മരിച്ചത്. ദളിത്പൂരിലെ കേന്ദ്രീയ വിദ്യാലയത്തിലെ ഇംഗ്ലീഷ് അധ്യാപികയാണ് മരിച്ച നാസിയ. കനാലിൽ വീണ നാസിയയുടെ മകളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ ഇരുവരും ഒഴുക്കിൽപ്പെടുകയായിരുന്നു. ഇന്നലെ വൈകുന്നേരമാണ് ഇരുവരും അപകടത്തിൽപ്പെട്ടത്. ഡാമിലെ സുരക്ഷാ ജീവനക്കാർ കുട്ടിയെ കനാലിൽ നിന്ന് രക്ഷപ്പെടുത്തിയെങ്കിലും ഒഴുക്കിൽപ്പെട്ട നാസിയയെയും ഹസൈനാരെയും രക്ഷിക്കാൻ കഴിഞ്ഞില്ല. കൊണ്ടോട്ടിയിൽ നിയന്ത്രണം വിട്ട ചരക്ക് ലോറി വീട്ടിനുള്ളിലേക്ക് പാഞ്ഞു കയറി. ബെഡ്റൂമും സിറ്റൗട്ടും പൂർണ്ണമായും തകർന്നു. കൊണ്ടോട്ടി നെടിയിരുപ്പ് NH കോളനിയിലാണ് സംഭവം. എല്ലുപൊടി നിറച്ച ചാക്കുകൾ കയറ്റിയ ലോറിയാണ് മതിൽ തകർത്ത വീടിനുള്ളിലേക്ക് മറിഞ്ഞത്. ലോറിയിലുണ്ടായിരുന്നവരെ പരിക്കുകളോടെ കൊണ്ടോട്ടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവ സമയം വീട്ടിൽ ആളില്ലാത്തതിനാൽ വൻ ദുരന്തം ഒഴിവായി. നെടുമങ്ങാട് കണിയാരംകോട് ആമ്പൽക്കുളം നാശത്തിന്റെ വക്കിൽ. പ്രദേശത്തെ നിരവധി കുടുംബങ്ങളുടെ ആശ്രയമാണ് ഈ കുളം. തൊളിക്കോട് ഗ്രാമപഞ്ചായത്തിലെ കണിയാരംകോട് പ്രദേശത്താണ് ആമ്പൽക്കുളം. വേനലിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാകുമ്പോൾ പനയക്കോട് കണിയാരംകോട് പ്രദേശത്തെ ഏക ആശ്രയമാണ് ഈ കുളം. എന്നാൽ കുളം ഇപ്പോൾ നാശത്തിന്റെ വക്കിലാണ്. അറവ് മാലിന്യം ഉൾപ്പെടെ രാത്രികാലങ്ങളിൽ ഇവിടെ വലിച്ചെറിയുന്നു. വർഷങ്ങളിൽ ഈ ആമ്പക്കുളത്തിന് വേണ്ടിയിട്ട് പൈസ അനുവദിക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ കൊറോണ പാക്കേജിൽ അനുവദിച്ച പൈസ പോലും ഈ വാർഡിൽ അത് വിനിയോഗിച്ചിട്ടില്ല. ഈ വാർഡ് മെമ്പർ ആ പൈസ സാനിറ്റേഷൻ കമ്മിറ്റിയുണ്ട്, ആ കമ്മിറ്റി ഉൾപ്പെടുത്ത ഇത് നമ്മളെ ഹെൽത്തിൻ്റെ തന്നെ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. ഈ പൈസ 20,000 രൂപ അനുവദിച്ചിട്ട് പോലും ഈ ആമ്പക്കുളം അത് ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്തില്ല. കുളം നവീകരിക്കാൻ അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. വേനൽക്കാലം അടുക്കുന്നതോടെ ജനങ്ങൾക്ക് ഉപയോഗിക്കാനാകും വിധം കുളം സംരക്ഷിക്കണമെന്നാണ് ആവശ്യം. ന്യൂസ് 18 നെടുമങ്ങാട്. വട്ടവട കാന്തല്ലൂർ മേഖലകളിൽ ഗ്രാൻഡിസ് മരങ്ങൾ മുറിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രത്യേകം സർവേ ടീമിനെ നിയോഗിക്കും. മുറിച്ചെടുക്കുന്ന മരത്തിന്റെ കുറ്റികൾ പിഴുതുമാറ്റണമെന്ന നിർദ്ദേശം പാലിക്കാത്തതിനെ തുടർന്നാണ് മരം മുറിക്കുന്നത് തൽക്കാലത്തേക്ക് നിർത്തിവച്ചത്. ഭൂമി വിവാദത്തെ തുടർന്ന് അനിശ്ചിതത്വത്തിലായ വട്ടവട കാന്തല്ലൂർ മേഖലകളിലെ മരം മുറിക്കാൻ സർക്കാർ അനുമതി നൽകിയിരുന്നു. എന്നാൽ തണ്ടപ്പർ വെരിഫിക്കേഷൻ നടത്തിയ ഭൂമിയിലെ മരങ്ങളെ മുറിക്കാവൂ എന്ന ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ നിർദ്ദേശം തടസ്സമായി. ഇതേ തുടർന്നാണ് പ്രത്യേക സർവേ സംഘത്തെ നിയോഗിക്കുന്നത്. ഇത് ബാധകമല്ലാത്ത മേഖലകളിൽ മരം മുറിക്കുന്നതിന് അനുമതി നൽകിയെങ്കിലും മുറിച്ചു നീക്കുന്ന മരങ്ങളുടെ കുറ്റികൾ പിഴുതുമാറ്റണമെന്ന നിർദ്ദേശം പാലിച്ചിരുന്നില്ല. ഇതോടെയാണ് മരം മുറിക്കുന്നത് നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകിയതെന്നും ജില്ലാ കളക്ടർ H. ദിനേശൻ പറഞ്ഞു. കുറച്ച് അവിടെ നിർത്തിവെച്ചിരിക്കുന്നത് നമുക്ക് ഗവൺമെൻറ് ഉത്തരവ് പ്രകാരം മുറിച്ചെടുത്ത മരങ്ങളുടെ കുറ്റി നശിപ്പിച്ച് കളഞ്ഞതിന് ശേഷം, കത്തിച്ച് കളഞ്ഞതിന് ശേഷം മാത്രമേ കൊടുക്കാൻ പാടില്ല എന്നായിരുന്നു നിയമം. നമ്മളതനുസരിച്ച് ആദ്യം കൊടുത്തവരാരും അങ്ങനെ ചെയ്തിരുന്നില്ല. അത് വീണ്ടും കിളർത്ത് വരാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഫലം കിട്ടുന്നില്ല. അപ്പോൾ അത് തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ഈ തൽക്കാലം അവരോട് നിർത്തിവെക്കാനും അങ്ങനെ നശിപ്പിച്ചവർക്ക് മാത്രം കൊടുക്കാനും പറഞ്ഞിരുന്നത്. സർക്കാർ നിർദ്ദേശമനുസരിച്ച് മരം മുറിച്ചു നീക്കുന്നതിന് തടസ്സമില്ല. പ്രത്യേക സംഘത്തിന്റെ സർവേ നടപടികൾ പൂർത്തിയാകുന്നതോടെ മേഖലയിൽ നിലനിൽക്കുന്ന മരമുറിക്കൽ പ്രതിസന്ധി പൂർണ്ണമായി നീങ്ങുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് 18 വട്ടവട. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടെങ്കിലും പാലക്കാട് തൃത്താലയിലെ സ്ഥാനാർത്ഥി ആ വഴി പോയിക്കളഞ്ഞില്ല. വോട്ടർമാർക്ക് നൽകിയ വാഗ്ദാനം നിറവേറ്റിയാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്ന ഹുസൈൻ തട്ടത്താഴ്ത്ത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം പൂർത്തിയാക്കിയത്. നാട്ടിലെ യുവാക്കൾക്ക് കളിക്കാൻ മൈതാനമൊരുക്കുമെന്നായിരുന്നു ഹുസൈന്റെ വാഗ്ദാനം. കളിസ്ഥലമില്ലാത്ത വാർഡിലെ വോട്ടർമാർ പക്ഷേ ഹുസൈനെ വിജയിപ്പിച്ചില്ല. തോറ്റുപോയെങ്കിലും സ്ഥാനാർത്ഥി വാഗ്ദാനം മറന്നില്ല. ഇലക്ഷനെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ പലരും വോട്ടില്ലാത്തവരാണ്, പക്ഷെ എന്നാലും അവരുടെ ആ സ്പിരിറ്റ് അതായിരുന്നു. ഇലക്ഷനെ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരു ഗ്രൗണ്ട് വേണമെന്നു. അതിൻ്റെ ചിന്ത ഇത്തരത്തിൽ നമ്മുടെ കാട് പിടിച്ച് കിടന്നിരുന്ന സ്ഥലം അത് അവർക്ക് വേണ്ടി ഇത്തരത്തിലാക്കി കൊടുക്കുക. നല്ലൊരു ഗ്രൗണ്ട് എന്ന് പറയാൻ പറ്റില്ല, ഒരു പ്രാക്ടീസ് ചെയ്യാവുന്നൊരു സ്ഥലം, ക്യാമ്പൊക്കെ നടത്താവുന്നൊരു സ്ഥലമാക്കി മാറ്റുക. കാട് പിടിച്ചു കിടന്നിരുന്ന സ്വന്തം സ്ഥലം JCB ഉപയോഗിച്ച് നിരപ്പാക്കിയാണ് കളിസ്ഥലം ഒരുക്കിയത്. എനിക്ക് ഒരു ദിവസം വന്നിട്ട് പറഞ്ഞു ഇത് നേരാക്കുന്നുണ്ട്. അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞു നിങ്ങൾക്ക് കളിക്കാനാണ്, നിങ്ങൾ കളിച്ചോളിയും. അപ്പോൾ ഹുസൈനക്ക് വന്നിട്ട് ഇവിടെ ഗ്രൗണ്ട് ഉണ്ടാക്കി തന്നു. അത് നല്ല തീരുമാനമാണ്, ഞങ്ങൾക്ക് കളിക്കാൻ പറ്റുന്നുണ്ട്. കായിക പരിശീലനത്തിന് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കാനാണ് ഹുസൈന്റെ നീക്കം. ന്യൂസ് 18 പട്ടാമ്പി. വയനാട് തൃക്കൈപ്പറ്റയിലെ ജനകീയ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ക്രിസ്മസ് കേക്കുകൾ ഒരുങ്ങി. ബാസ ഫുഡ്സ് എന്ന ബ്രാൻഡിലാണ് കൂട്ടായ്മ കേക്കുകൾ തയ്യാറാക്കുന്നത്. കർഷകരിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ ശേഖരിച്ചാണ് കേക്കുകളുടെ നിർമ്മാണം. ചക്ക കൊണ്ടുണ്ടാക്കുന്ന കേക്കുകളാണ് ഇവിടുത്തെ സ്പെഷ്യൽ. വയനാട് തൃക്കൈപ്പറ്റയിലെ ജനകീയ കൂട്ടായ്മയാണ് ബാസ ഫുഡ്സ് കേക്ക് നിർമ്മിക്കുന്നത്. പ്രിസർവേറ്റീവ്സ് ഒന്നും ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് ഇതിൻ്റെ ലൈഫ് 1 മാസത്തിൽ കൂടുതൽ ഞങ്ങൾ കൊടുക്കുന്നില്ല.
ഇതിൻ്റെ ചക്ക കേക്ക് ആണ് ഞങ്ങൾ കൂടുതലും ഉൽപ്പാദിപ്പിക്കുന്നത്. ചക്ക ഞങ്ങൾക്ക് ഞങ്ങൾ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാതെ പ്രോസസ്സ് ചെയ്ത് ചക്ക പൾപ്പ് സൂക്ഷിച്ചിരിക്കുകയാണ്. മീനങ്ങാടിയിലുള്ള ഒരു ഫാക്ടറിയാണ് ടൈപ്പാണ് ആ കാര്യത്തിൽ. അവരുടെ നിന്ന് പൾപ്പ് എടുത്ത് ആ പൾപ്പ് ഉപയോഗിച്ചാണ് ചക്ക കേക്കുകളാണ് ഞങ്ങൾ ചെയ്യുന്നത്. നല്ല ഡിമാൻഡാണ്. മൈദ പൂർണ്ണമായും ഒഴിവാക്കിയാണ് നിർമ്മാണം. ഗോതമ്പ് പൊടിച്ചെടുത്താണ് കേക്ക് തയ്യാറാക്കാൻ ഉപയോഗിക്കുന്നത്. കർഷകരിൽ നിന്ന് ശേഖരിക്കുന്ന ഉൽപ്പന്നങ്ങൾ കൊണ്ട് വിവിധ ഭക്ഷ്യോൽപ്പന്നങ്ങൾ തയ്യാറാക്കുന്നുണ്ട് ഇവർ. ചക്ക, മുളയരി എന്നിവ കൊണ്ടുള്ള ബിസ്ക്കറ്റുകളും കാന്താരി, ഇഞ്ചി, കറിവേപ്പില തുടങ്ങിയവ കൊണ്ടുള്ള രുചി വൈവിധ്യങ്ങളുമെല്ലാം വിപണിയിൽ ശ്രദ്ധേയമായി കഴിഞ്ഞു. ന്യൂസ് 18 വയനാട്. കാസർഗോഡ് കവ്വായി കായലിൽ കല്ലുമ്മക്കായ കൃഷി സജീവമായി. കഴിഞ്ഞ വർഷം മികച്ച വില ലഭിച്ചത് പ്രതീക്ഷ നൽകുന്നുണ്ടെങ്കിലും വിത്തിന്റെ കൂടിയ വില കല്ലുമ്മക്കായ കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. കൃഷി തുടങ്ങാനായി പ്രതീക്ഷയോടെ കാത്തിരുന്നവർക്ക് കല്ലുമ്മക്കായ വിത്തിന്റെ വില കൂടിയത് തിരിച്ചടിയായി. വലിയ വില കൊടുത്ത് വിത്ത് വാങ്ങിയാലും കൃഷി വിജയിക്കുമെന്ന കാര്യത്തിൽ ഉറപ്പില്ല. കോഴിക്കോട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് ഇവിടേക്ക് വിത്ത് എത്തിക്കുന്നത്. ഒരു ചാക്ക് വിത്തിന് 3000 രൂപയാണ് ഈ സീസണിൽ ആദ്യം ഈടാക്കിയിരുന്നതെങ്കിൽ ഇപ്പോൾ 6000 രൂപ വരെ ആക്കിയിട്ടുണ്ട്. ഇത് കർഷകർക്ക് വലിയ ബാധ്യതയാണ് ഉണ്ടാക്കുന്നത്. കല്ലുമ്മക്കായ വിത്തിന് വില സ്ഥിരത ഉറപ്പാക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. ചെലവ് വരുന്നത് ഈ കല്ലുമ്മക്കായുടെ വിത്തിനാണ്. സാധാരണ ഒരു കല്ലുമ്മക്കായ ഇറക്കുന്നതിൻ്റെ ഒരു 50% കൂടുതൽ വില വരുന്നത് ഈ വിത്തിന് വേണ്ടി മാത്രമാണ്. ഈ വില സ്ഥിരപ്പെടുത്താനുള്ള ഒരു മാർഗം കണ്ടുപിടിച്ചിട്ടില്ലെങ്കിൽ അത് ഇനിയുള്ള കൃഷിയെ ബാധിക്കുന്നതായിട്ട്. ആകെ ഉൽപാദന ചെലവിന്റെ പകുതിയോളം തുക വിത്തിന് നൽകേണ്ട സ്ഥിതിയാണ്. ഇതിനു പുറമെയാണ് കൃഷി ഇറക്കുന്നതിനുള്ള കൂലിച്ചെലവ്. വലിയ വില കൊടുത്ത് വാങ്ങിയിട്ടും വിത്തിന് ഗുണമില്ലാത്തതിനെ തുടർന്ന് കൃഷി നശിച്ച സംഭവം ഉണ്ടായി. വിത്തിട്ട് ആഴ്ചകൾക്ക് ശേഷം വളർച്ച പരിശോധിക്കാൻ ഉയർത്തി നോക്കുമ്പോൾ മാത്രമാണ് കൃഷിനാശം സംഭവിച്ചത് മനസ്സിലാവുക. തുടർച്ചയായ വർഷങ്ങളിൽ കൃഷിയിൽ നഷ്ടം സംഭവിച്ചതിനാൽ കഴിഞ്ഞ വർഷം വളരെ കുറച്ച് കർഷകർ മാത്രമാണ് കവ്വായി കായലിൽ കല്ലുമ്മക്കായ കൃഷി നടത്തിയത്. അതിനാൽ ഇവർക്ക് മികച്ച വിലയും കഴിഞ്ഞ വർഷം ലഭിച്ചു. കർഷകന് ന്യായവില ഉറപ്പാക്കാനും ഗുണമേന്മയുള്ള വിത്ത് ലഭ്യമാക്കുന്നതിനും സർക്കാർ തലത്തിൽ സംവിധാനം ഒരുക്കണമെന്നും ആവശ്യമുണ്ട്. ന്യൂസ് 18 തൃക്കരിപ്പൂർ. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും സന്ദർശിക്കുക malayalam.news18.com.